ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ചയിൽ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനുവരി മാസം 13-ാം തീയതി മുതൽ 19-ാം തീയതി വരെ ഏകദേശം 33ഓളം റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ച ശരിക്കും പറയുകയാണെങ്കിൽ ഒരു OTT പൂരം തന്നെ പറയാം, OTT റിലീസ് പൂരം തന്നെയായിരുന്നു, ചാകര തന്നെയായിരുന്നു. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഹിന്ദി ഡ്രാമ മൂവിയാണ്. പാർട്ടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ വിച്ച് റിവെഞ്ച് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴി ഈ സിനിമ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ദ നൈറ്റ് ദ കെയിം ഹോം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും ഇപ്പോൾ മുതൽ ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്. ചിദിയ ഉദ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ജാക്കിർ ഷ്രോഫ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസ് ആണ്. MX പ്ലെയർ, ആമസോൺ പ്രൈം ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ, ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു മൂവിയാണ് ഫാമിലി പടം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി ഡ്രാമ ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ആഹാ തമിഴിലും ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തൊരു കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. മോക്ഷപട്ടം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. പയനികൾ ഗവനിക്കവും എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ തമിഴ് ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് സൂതുകാവൻ 2 നാടും നാട്ടുമക്കളും എന്ന് പറഞ്ഞൊരു കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് മൂവിയാണ്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. നമ്മുടെ ജോർജ് ജോർജിന്റെ സംവിധാനത്തിൽ അദ്ദേഹം തന്നെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു പണി എന്ന് പറഞ്ഞ സിനിമ. സോണി ലീവ് വഴി ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത ഒരു മലയാളം മൂവി തന്നെയാണ്. നായകൻ പൃഥ്വി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഉരുൾപൊട്ടലിനൊക്കെ ബേസ് ചെയ്തെടുത്തൊരു മലയാളം മൂവിയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമ തന്നെയാണ്. ഒരു ക്രൈം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. ദിലീഷ് പോത്തൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത മലയാള സിനിമ തന്നെയാണ്. നെസ്ലം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഒരു റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് അയാം കാതൽ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ മനോരമ മാക്സിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആനന്ദ് ശ്രീബാല എന്ന ത്രില്ലർ മൂവി നമ്മുടെ അർജുൻ അശോകൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ, അതുപോലെ തന്നെ സിംപ്ലി സൗത്ത്, അതുപോലെ തന്നെ മനോരമ മാക്സ് ഈ 3 OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു തമിഴ് മൂവിയാണ്. ഭരത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ് എന്ന് പറഞ്ഞ സിനിമ. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. പാതാൾ ലോക് എന്ന സീരീസിന്റെ 2ാമത്തെ സീസൺ ആണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ക്രൈം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഗൃഹലക്ഷ്മി എന്നാണ് ഹിന്ദി സീരീസ് ആണ്. ഗൃഹലക്ഷ്മി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. എപ്പിക് ഓൺ എന്ന് പറഞ്ഞ ഈ ഒരു OTT പ്ലാറ്റ്ഫോമിലാണ്. എപ്പിക് ഓൺ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ് മിൻമിനി എന്ന് പറഞ്ഞ സിനിമ. തമിഴ്, മലയാളം ഭാഷകളിലായിട്ട് ET വിൻ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എസ്തർ അനിലൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഓക്കെ, അടുത്തത് ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജർമ്മൻ മൂവിയാണ്. ദ കലണ്ടർ കില്ലർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജർമ്മൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അൺസ്റ്റോപ്പബിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ബാക്ക് ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. മലയാളം ഭാഷയല്ല, തമിഴ് ഭാഷയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ഡോക്യുമെന്ററി സീരീസ് ആണ്. ദ റോഷൻസ് എന്നാണ് സീരീസിന്റെ പേര്. നമ്മുടെ ഹൃതിക് റോഷന്റെ കുടുംബത്തെ ബേസ് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുള്ള ഡോക്യുമെന്ററി സീരീസ് ആണ്. ഹിന്ദി ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം മൂവിയാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ് ജമീലാന്റെ പൂവൻകോഴി എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ബിന്ദു പണിക്കറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ആമസോൺ പ്രൈം റിലീസ് ചെയ്ത ഒരു ഇംഗ്ലീഷ് ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് അലാറം എന്ന് പറഞ്ഞ സിനിമ. 2 ഓപ്ഷനിൽ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്. ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ് പവർ ഓഫ് പാഞ്ച് എന്ന് പറഞ്ഞ സീരീസ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത മാർവലിന്റെ ഒരു സൂപ്പർ ഹീറോ മൂവിയായിരുന്നു ക്രാവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി ഇന്ത്യക്ക് പുറത്തായിട്ട് 2 ഓപ്ഷനിൽ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്.
അടുത്തൊരു തമിഴ് മൂവിയാണ്, ഒരു ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ് അലങ്കു എന്ന് പറഞ്ഞ സിനിമ. ആലങ്കു. ഓക്കെ, ഈ സിനിമ ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ തമിഴ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്, റൊമാൻറ്റിക് കോമഡി ഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. രാംനഗർ ബണ്ണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്ത ഒരു ഇറ്റാലിയൻ മൂവിയാണ്, ഷുഗർ ബേബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റഷ്യൻ, തമിഴ്, ഹിന്ദിയും ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ അതുപോലെ തന്നെ VR OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ അപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ശരത് കുമാർ പ്രധാന വേഷം കൈകാര്യ ത്രില്ലർ മൂവിയായിരുന്നു സ്മൈൽ മാൻ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ ഇപ്പോൾ മുതൽ ലീക്ക് ആക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരാഴ്ച 24-ാം തീയതി മിക്കവാറും ആഹാ തമിഴ് വഴി ഒരു സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, ഹെൽബോയ് ദ ക്രൂക്ക്ഡ് മാൻ എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ഫാന്റസി ഹൊറർ ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത നമ്മുടെ വിജയ് സേതുപതി പ്രധാന വേഷം കൈകാര്യം ചെയ്ത വിടുതലൈ പാർട്ട് 2 എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈം വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് സർപ്രൈസ് ആയിട്ട് ഈ ഒരു സിനിമ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു തമിഴ് മൂവിയാണ്, ഇമക്കു തൊഴിൽ റൊമാൻസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ആസ്ട്രോഗോ VOD പ്ലാറ്റ്ഫോമിലാണ്, മലേഷ്യൻ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്, തമിഴ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത അജയ് ദേവ്ഗണും അക്ഷയ് കുമാറും കരീന കപൂറും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹിന്ദി മൂവിയായിരുന്നു സിംഗം എഗൈൻ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഹിന്ദി വേഷം ഇതിനു മുമ്പേ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തതാണ്. ഇപ്പോൾ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ്, ഏകദേശം 33ഓളം റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, ഇനിയും കാണാൻ ഉദ്ദേശിക്കുന്ന സിനിമകൾ ഏതൊക്കെ, വെയിറ്റ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും